എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ ലോഡഡ് ഫ്രൈസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. പാലൊന്ന് ചെറുതായിട്ട് പിരിഞ്ഞ് ചെറുതായിട്ടൊന്ന് തിക്കായി വരും. അപ്പോൾ ഇതാ 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഞാൻ തുറന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാലൊക്കെ തിക്കായിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ലെമണും കൂടെ പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ 250 ഗ്രാമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പാലിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ 1/2 കിലോനായതുകൊണ്ടാണ് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിന്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഈ ചിക്കൻ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് കവർ ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മസാല ചിക്കനിലേക്കെല്ലാം പിടിച്ചോളും. ടൈം കുറവാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിതാ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഓരോ പീസ് കൊടുത്തിട്ട് ഞാനിതാ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് ഒരു അളവൊന്നുമില്ല, കുറച്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓരോ പീസ് ചിക്കനും ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യം എത്രയാണോ ഫ്രൈ ചെയ്യുന്നത് അത്ര ഇതുപോലെ മൈദയിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം തന്നെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നല്ല ക്രിസ്പി കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ആദ്യം എത്രയാണോ ഫ്രൈ ചെയ്യുന്നത് അത് ആദ്യം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചിക്കൻ മുങ്ങിപ്പൊരിയാൻ ആവശ്യമുള്ള അത്ര ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഒരു 10 മിനിറ്റ് മതി. ചെറിയ ചെറിയ പീസാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. അങ്ങനെ ഇതാ ഒരു ഭാഗം ഒന്ന് റെഡിയായി എന്ന് കാണുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ചിക്കനെല്ലാം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു ചിക്കനില്ലേ ഇതുപോലെ വെറുങ്ങനെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് സോസും കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായൻ്റെ കൂടെയോ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും നന്നായിട്ട് കഴിച്ചോളും. നമുക്ക് KFC ചിക്കനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റോടു കൂടെ കഴിക്കാൻ പറ്റും. അങ്ങനെ കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്രഞ്ച് ഫ്രൈസാണ്. ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് എടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പൊട്ടാറ്റോ കട്ടെല്ലാം ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ കുറച്ച് അധികം ഫ്രഞ്ച് ഫ്രൈസും കൂടെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസും കൂടെ റെഡിയാക്കണം. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ബട്ടർ നന്നായിട്ട് ചൂടായി എന്ന് കാണുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മൈദപ്പൊടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ചെറിയ തീയിൽ 1 മിനിറ്റോളം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ മൈദപ്പൊടിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം പാലൊഴിച്ച് മിക്സാക്കുന്ന സമയത്ത് കട്ട കെട്ടിയത് പോലെയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയിക്കോളും. അപ്പോൾ കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മൈദ കട്ട കെട്ടിയതുപോലെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ ഈ സ്പൂണൊന്ന് മാറ്റുന്നുണ്ട്. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അത്ര ഇതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ വിസ്ക് എടുത്തിട്ടുണ്ട്. വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കട്ട കെട്ടിയതൊക്കെ നന്നായിട്ട് മെൽറ്റായിക്കോളും. അങ്ങനെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി 1 കപ്പ് പാലും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൈദ ചേർത്തത് കൊണ്ട് തന്നെ പാല് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ ചെറുതായിട്ട് തിക്കായി തുടങ്ങും. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തിക്കായി പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടായി തിളവരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുമുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തിക്കായി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ തിക്കായി വരുമ്പോൾ ഒന്ന് തളയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസാണുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ക്രീമി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോസാണ്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കണ്ട. ആ ഒരു ചിക്കനെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. എല്ലാം റെഡിയായി. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യേ വേണ്ടു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അടിയിൽ നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് പ്ലേറ്റിലാണോ റെഡിയാക്കുന്നത് ആ ഒരു പ്ലേറ്റിൽ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ സോസ് ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ടേനു. ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. സോസ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പും മയോണീസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനു. അന്നേരം ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2-3 വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, വേണ്ടുന്നവർ കണ്ടു നോക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാസ്ലി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഒന്നുകിൽ പാസ്ലി ലീവ്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു ലോഡഡ് ഫ്രൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.